ഹായ് ഗൈസ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, അതായത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഇതിനകത്തൊക്കെ ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടോ? ഇപ്പോഴും അങ്ങനെ ആഗ്രഹങ്ങൾ ബാക്കിയുള്ളവരുണ്ടോ? വെയിറ്റ് 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 ഇതൊന്നും നമുക്ക് സാധാരണക്കാരെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ വലിയ പണക്കാരുടെ മക്കൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഓഫീസർമാരുടെ മക്കൾക്ക് മാത്രമേ ഇങ്ങനത്തെ പ്രിവിലേജ് ഒക്കെ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആർമി സ്കൂൾ, സൈനിക് സ്കൂൾ, അവിടെ നിന്നൊക്കെ പഠിച്ചു വരുന്ന പിള്ളേർ, NCCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ, ഇവർക്കൊക്കെ മാത്രമാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ശരിയാണോ? ഇതെല്ലാം മിത്തുകളാണ്. സോ മിഡിൽ ക്ലാസ് വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനോട് പാഷനേറ്റ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിനകത്ത് ആസ്പിരേഷൻ ഉള്ളവർ, ഡിഫൻസിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ അതിനകത്തോട്ട് എങ്ങനെ എൻട്രി ചെയ്യാം, എത്രത്തോളം എൻട്രീസ് ഇതിനകത്ത് ഉണ്ട്, ഇതിന്റെ പ്രൊസീജിയർ, കറക്റ്റ് പ്രൊസീജിയർ എന്താണ്, നോട്ടിഫിക്കേഷൻസ് എപ്പോഴൊക്കെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എസ്പെഷ്യലി ഇതിനകത്ത് ഓഫീസർ റാങ്കിൽ നമുക്ക് എങ്ങനെ ആംഡ് ഫോഴ്സസിനകത്തേക്ക് എൻട്രി ചെയ്യാം, അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കൂടെ ആയിരിക്കും ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 11 അറ്റംപ്റ്റ്സ് നടത്തി നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒരു 4 വർഷം കൊണ്ട് ഓൾ ടുഗദർ. സോ അഫ്കോഴ്സ് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് നേരെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നാലോ. ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ള ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ഇവിടെ നോക്കിയാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്പൺ നോട്ടിഫിക്കേഷൻസിനകത്ത് 2-3 സാധനങ്ങൾ കാണാൻ പറ്റും. 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം, ഓക്കെ, അതേപോലെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് TGC, ഇതൊക്കെ കണ്ടില്ലേ, ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ്. ഇതൊക്കെ എന്താ സംഭവം? ഇതെല്ലാം ഓഫീസർ എൻട്രീസ് ആണ്. സാധാരണ ആർമി, നേവി, എയർഫോഴ്സിനകത്ത് നമ്മൾ സോൾജർ ലെവൽ എൻട്രീസും ഉണ്ട്, ഓഫീസർ ലെവൽ എൻട്രീസും ഉണ്ട്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഗൈസ്? സോൾജർ ലെവൽ എൻട്രിയും ഓഫീസർ ലെവൽ എൻട്രിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സെലക്ഷൻ പ്രോസസ്സിനകത്ത് വ്യത്യാസമുണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനകത്ത് വ്യത്യാസമുണ്ട്, പേ സ്കെയിലിനകത്ത് വ്യത്യാസമുണ്ട്, വേക്കൻസികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അഫ്കോഴ്സ് അവരുടെ ലൈഫ് സ്റ്റൈലിനകത്ത് ഡിഫറൻസസ് ഉണ്ട്. സോ പ്രധാനമായിട്ടും ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓഫീസർ ലെവൽ എൻട്രിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഓഫീസറായിട്ട് ആംഡ് ഫോഴ്സസിനകത്ത് കയറണമെങ്കിൽ, അതിപ്പോൾ ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, പ്രധാനമായിട്ടും 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഐ മീൻ 2 രീതികളാണ് ഉള്ളത്. ഒന്ന്, +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആംഡ് ഫോഴ്സസിന്റെ പാർട്ടായിട്ട് ഓഫീസറായിട്ട് കയറാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി എൻട്രീസ് വരുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് +2 കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ 16 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിന് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം, പിന്നെ അതിന് കൂടാതെ നാഷണൽ ഡിഫൻസ് അക്കാഡമി, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, പിന്നെ AFMCയുടെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്, അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രീസിനകത്തൊക്കെ ഉണ്ട്. അവർ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, വൺസ് നമ്മൾ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എല്ലാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ ഡിഗ്രി പഠിപ്പിച്ച് ഓഫീസർ റാങ്കിൽ എടുക്കും. ഓക്കെ, സോ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജസിൽ നിന്നോ പബ്ലിക് കോളേജസിൽ നിന്നോ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ നിങ്ങൾക്ക് ഡിഫൻസിനകത്ത് ഓഫീസർ റാങ്കിനകത്തോട്ട് കയറാൻ പറ്റും. അത് ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, ഷോർട്ട് സർവീസ് കമ്മീഷനും ഒക്കെ ഉണ്ട്. സോ അതിനകത്തോട്ട് നിങ്ങൾക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സോ ഇങ്ങനത്തെ 2 ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് എൻട്രീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സെലക്ഷൻ പ്രോസസ്സുകൾക്കകത്തൊക്കെ അഫ്കോഴ്സ് റിട്ടൺ എക്സാമിനേഷൻ വരുന്നുണ്ട്. റിട്ടൺ എക്സാമിനേഷന് ശേഷമാണ് SSB എന്നുള്ള ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ചില കേസസിനകത്ത് ഡയറക്റ്റ് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട് ബേസ്ഡ് ഓൺ അവർ പെർസെൻറ്റേജ് ഇൻ അവർ ബാക്ക്ഗ്രൗണ്ട്, ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂസ് കിട്ടുന്നുണ്ട്. സോ 2 കേസിലും സർവീസ് സെലക്ഷൻ ബോർഡ്, അതായത് SSB എന്നുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു കടമ്പ. സോ അതിനെ പറ്റിയിട്ടും കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഈ വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസിനകത്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു സീരീസ് ആയിരിക്കും. ഇതിനകത്ത് ഈ പറഞ്ഞ SSB ഇന്റർവ്യൂവിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ അതിനകത്ത് സംസാരിക്കുന്നു. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ, സർവീസ് സെലക്ഷൻ ബോർഡ് എന്നുള്ളതാണ് SSB ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബ്രിട്ടീഷിന്റെ സൈഡിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. സോ സെക്കൻഡ് വേൾഡ് വാർ നടന്ന സമയത്ത് ബ്രിട്ടീഷ് ആംഡ് ഫോഴ്സസ് യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ്. അവർക്ക് നല്ല ലീഡർഷിപ്പുള്ള ഓഫീസേഴ്സിനെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചൊരു മെക്കാനിസമാണ് ഈ SSB ഇന്റർവ്യൂ എന്നുള്ളൊരു മെക്കാനിസം.
ആ ഒരു മെത്തഡോളജി നമ്മളെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം 1947 ശേഷം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു. സോ നാളിതുവരെയായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ SSB ഇൻ്റർവ്യൂ ആണ്.